ഡിയർ സ്റ്റുഡൻസ്, ഏരിയാസ് റിലേറ്റഡ് ടു സർക്കിൾ എന്ന ചാപ്റ്ററിലുള്ള മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് എടുക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ദ ഏരിയ ഓഫ് എ സർക്കിൾ ഈസ് 220 സെന്റിമീറ്റർ സ്ക്വയർ. ദ ഏരിയ ഓഫ് എ സ്ക്വയർ ഇൻസ്ക്രൈബ്ഡ് ഇൻ ഇറ്റ് ഈസ്. അതായത് ഒരു സർക്കിൾ ഉണ്ട്, അതിന്റെ ഏരിയ നമുക്ക് തന്നിട്ടുണ്ട്. ഏരിയ ഓഫ് എ സ്ക്വയർ ഇൻസ്ക്രൈബ്ഡ് ഇൻ ഇറ്റ്. ആ സർക്കിളിന്റെ ഉള്ളിലാണ് ഇവിടെ നമുക്ക് സ്ക്വയർ ഉള്ളത്. അപ്പോൾ ഈ സ്ക്വയറിന്റെ സർക്കിളിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു സ്ക്വയർ ഉണ്ട്. അപ്പോൾ ഈ സ്ക്വയറിന്റെ ഏരിയ ആണ് നമുക്ക് കാണേണ്ടത്. സ്ക്വയറിന്റെ ഏരിയ കാണണമെങ്കിൽ അതിന്റെ സൈഡ് അറിയണം. സൈഡ് ഇൻറ്റു സൈഡ് ആണ് നമുക്ക് സ്ക്വയറിന്റെ ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ഈ സ്ക്വയറിന്റെ ഏരിയ ആണ് നമുക്ക് തന്നിട്ടുള്ളത്. പൈ ആർ സ്ക്വയർ ഈക്വൽ ടു 220 ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ ആർ സ്ക്വയർ എന്ന് പറയുന്നത് എന്തായിരിക്കും? 220 ഡിവൈഡ് ബൈ പൈ. അതായത് 220 ഡിവൈഡ് ബൈ 22/7. 7 മുകളിലേക്ക് പോകും. അപ്പോൾ ഇവിടെ 70 എന്ന് വരും. ആർ സ്ക്വയർ 70 ആണ്. ആർ എന്ന് പറയുന്നത് √70 ആണ്. ആറ് √70. 6√70 ആണെങ്കിൽ ഡയമീറ്റർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡയമീറ്റർ ഈക്വൽ ടു 2√70. അതായത് 2 × r ആണ് ഡയമീറ്റർ. ഡയമീറ്റർ ഈക്വൽ ടു 2√7. അപ്പോൾ ഈ ഒരു സർക്കിളിന്റെ ഡയമീറ്റർ ആണ് ഈ സ്ക്വയറിന്റെ ഡയഗണൽ. ഡയമീറ്റർ ഈക്വൽ ടു ഡയഗണൽ ഓഫ് സ്ക്വയർ ആണ്. ഡയഗണൽ ഓഫ് സ്ക്വയർ. അപ്പോൾ അവിടെ നമുക്ക് എന്ത് കിട്ടും? ഡയമീറ്റർ 2√7 ആണ്. √70 ആണ്. അത് √2 × സൈഡിന് ഈക്വൽ ആണ്. അതായത് സ്ക്വയറിന്റെ ഡയഗണൽ എന്ന് പറയുന്നത് √2 × സൈഡ് ആണ്. അതിന് ഈക്വൽ ആണ് ഈ ഒരു സർക്കിളിന്റെ ഡയമീറ്റർ. കാരണം സർക്കിളിന്റെ ഡയമീറ്റർ ആണ് ഇത്. അത് നമ്മുടെ സ്ക്വയറിന്റെ എന്താണ്? ഡയഗണൽ ആണ്. അപ്പോൾ ഡയഗണൽ എന്ന് പറയുന്നത് √2 × സൈഡ് ആണ്. അപ്പോൾ അത് ഡയമീറ്ററിന് ഈക്വൽ ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം? സൈഡ് എന്ന് പറയുന്നത്, അതായത് സൈഡ് ഈക്വൽ ടു, സൈഡാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ സൈഡ് ഈക്വൽ ടു 2√70 ഡിവൈഡ് ബൈ √2. അപ്പോൾ ഇവിടെ ക്യാൻസൽ ആയിട്ട് √140 ആണ് വരുന്നത്. √140 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏരിയ എന്ന് പറയുന്നത് എന്താണ്? സൈഡ് ഇൻറ്റു സൈഡ് ആണ്. √140 × √140 ദാറ്റ് ഈസ് ഈക്വൽ ടു 140 സെന്റിമീറ്റർ സ്ക്വയർ. അപ്പോൾ അതിൽ ഓർമ്മിക്കേണ്ടത് ഡയഗണലും സ്ക്വയറിന്റെ ഡയമീറ്ററുമാണ് ഈക്വൽ. ഡയഗണൽ എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഒരു സ്ക്വയർ തന്ന് സ്ക്വയറിന്റെ ഡയഗണൽ ഈ രണ്ട് സൈഡും എ ആണെങ്കിൽ ഇത് അതിന്റെ ഡയഗണലാണ്. അപ്പോൾ സ്ക്വയറിന്റെ ഈ ആംഗിൾ, അതായത് ഈ ആംഗിൾ 90 ഡിഗ്രി ആണ്. അപ്പോൾ ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ ആണ്. റൈറ്റ് ട്രയാങ്കിൾ ആണെങ്കിൽ ഹൈപ്പോട്ടന്യൂസ് സൈഡ് ആണ് ഈ ഡയഗണൽ എന്ന് പറയുന്നത്. അപ്പോൾ അത് കിട്ടണമെങ്കിൽ എ സ്ക്വയർ ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ പ്ലസ് ബേസ് സ്ക്വയർ, എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ, അതായത് 2a² ആണ്. അപ്പോൾ ഡയഗണലിന്റെ സ്ക്വയർ ആണ് 2a². അപ്പോൾ ഡയഗണൽ എന്ന് പറയുന്നത് √2a. അങ്ങനെയാണ് √2 × സൈഡ്. അത് നമ്മുടെ ഏതിന് ഈക്വൽ ആണ്? സർക്കിളിന്റെ ഡയമീറ്ററിന് ഈക്വൽ ആണ്. ഇനി അടുത്തത്, ഇഫ് ദ റേഡിയസ് ഓഫ് എ സർക്കിൾ ഈസ് ഇൻക്രീസ്ഡ് 3 times, then how many times will its circumference be increased? അതായത് റേഡിയസ് ഓഫ് എ സർക്കിൾ, റേഡിയസ് 3 times 3r എന്നായി. അപ്പോൾ റേഡിയസ് 3r ആവുകയാണെങ്കിൽ അതിന്റെ സർക്കംഫറൻസ് എന്തായിരിക്കും? എത്ര ടൈംസ് ഇൻക്രീസ് ആവും? സർക്കംഫറൻസ് എന്ന് പറയുന്നത് എന്താണ്? 2πr ആണ്. ഇവിടെ r എന്ന് പറയുന്നത് 3r ആയി. അങ്ങനെയാണെങ്കിൽ 2π × 3r, അതായത് 6πr ആണ് വരുന്നത്. 6πr എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 × 2πr, അതായത് സർക്കംഫറൻസിന്റെ 3 times ആണ് ഇൻക്രീസ് ആവുന്നത്. അപ്പൊ റേഡിയസ് 3 times ഇൻക്രീസ് ആയാൽ അതിന്റെ സർക്കംഫറൻസും 3 times ഇൻക്രീസ് ആവും. ഇനി അടുത്തത്, the radius of the wheel of a car is 70 centimeter and the wheel makes 10 revolutions in 5 seconds. Then the speed of the wheel is. ഇതാണ് നമുക്ക് കാണേണ്ടത്. സ്പീഡാണ് ഇവിടെ കാണേണ്ടത്. സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. അപ്പോൾ ഡിസ്റ്റൻസ് കിട്ടിയാൽ മാത്രമേ നമുക്ക് സ്പീഡ് കാണാൻ പറ്റുള്ളൂ. ടൈം 5 സെക്കൻഡ് എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ഫോർമുല എന്ന് പറഞ്ഞാൽ n × 2πr ഈക്വൽ ടു ഡിസ്റ്റൻസ് ട്രാവൽ. അപ്പോൾ ഡിസ്റ്റൻസ് നമ്മൾ ആദ്യം തന്നെ കണ്ടുപിടിക്കുന്നു. n എന്ന് പറയുന്നത് 10 ആണ്. 2 × 22/7 × r എന്ന് പറയുന്നത് 70 സെന്റിമീറ്റർ ആണ്. ആ സെന്റിമീറ്ററിൽ നമ്മൾ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. കാരണം മീറ്റർ പെർ സെക്കൻഡിലാണ് നമുക്ക്
മീറ്ററിൽ കിട്ടിക്കഴിഞ്ഞ് മീറ്റർ പെർ സെക്കൻഡിലാണ് സ്പീഡ് ഉണ്ടാവുക. അതിന് എന്നിട്ട് കിലോമീറ്റർ പെർ അവറിലേക്ക് മാറ്റണം. അതിന് വേണ്ടി ഇവിടെ 70 സെൻറ്റിമീറ്റർ എന്നുള്ളത് മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യും. അപ്പോൾ ഇവിടെ 2 സീറോ നമുക്ക് ക്യാൻസൽ ആയിപ്പോൾ 44 ആണ് കിട്ടുന്നത്. ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു 44 മീറ്റർ ആണ് കിട്ടിയിട്ടുള്ളത്. ഇനി സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം, അതായത് 44 ഡിവൈഡ് ബൈ ടൈം എന്ന് പറയുന്നത് 5. ഇനി ഇതിന് എന്ത് ചെയ്യാം, നമുക്ക് മീറ്റർ പെർ സെക്കൻഡിന് കിലോമീറ്റർ പെർ അവറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ഇൻറ്റു 18/5, അതായത് മീറ്റർ പെർ സെക്കൻഡിന് കിലോമീറ്റർ പെർ അവറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ഇൻറ്റു 18/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ ഇവിടെ നമുക്ക് ഇതിനെ ക്യാൻസൽ ചെയ്യുന്ന സമയത്ത് 44 ഇതിൽ 80, അതായത് 44 ഇൻറ്റു 18 എന്ന് പറയുന്നത് 32, 3. ഇല്ലെങ്കിൽ ഇതിനെ 5 കൊണ്ട് ക്യാൻസൽ ചെയ്യുക. 5 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പം 8.8 വരും. 8.8നെ 5 കൊണ്ട് ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ 1.38 7, 30 1.76 വരും. അപ്പോൾ 1.76 ഇൻറ്റു 18, 48, 4, 7, 1, 3168. പോയിന്റ് ഇടുമ്പോൾ 31.68 കിലോമീറ്റർ പെർ അവർ. അപ്പോൾ മീറ്റർ പെർ സെക്കൻഡിൽ തന്നെയാണെങ്കിൽ ഇതിനെ നമുക്ക് 44നെ ഡിവൈഡ് ബൈ 5 ചെയ്താൽ മതിയായിരുന്നു. ഇവിടെ ആൻസറിൽ കിലോമീറ്റർ പെർ അവർ ആണുള്ളത്, അതുകൊണ്ട് അതിനെ കൺവേർട്ട് ചെയ്തു. അടുത്തത് ഏരിയ ഓഫ് സെക്ടർ ഓഫ് എ സർക്കിൾ ഓഫ് റേഡിയസ് 5 സെന്റിമീറ്റർ. നമുക്ക് റേഡിയസ് 5 സെന്റിമീറ്ററിന് തന്നിട്ടുണ്ട്. അതുപോലെ ലെങ്ത് ഓഫ് ആർക്ക് ആണ് അവിടെ തന്നിട്ടുള്ളത് 3.5. അപ്പോൾ ഈ ലെങ്ത് ഓഫ് ആർക്കും ഏരിയ ഓഫ് സെക്ടറും തന്നു കഴിഞ്ഞു. ഏരിയ ഓഫ് സെക്ടർ കാണണമെങ്കിൽ അതൊരു ഫോർമുലയാണ്. ഏരിയ ഓഫ് സെക്ടർ ഈക്വൽ ടു L/2 ഇൻറ്റു ആർക്ക്. എങ്ങനെയാണ് വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏരിയ ഓഫ് സെക്ടർ എന്താണ്? ഏരിയ ഓഫ് സെക്ടർ എന്ന് പറയുന്നത് θ/360 ഇൻറ്റു πr² ആണ്. ലെങ്ത് ഓഫ് ആർക്ക് എന്ന് പറയുന്നത് θ/360 ഇൻറ്റു 2πr ആണ്. അവിടെ നമുക്ക് ഇതിൽ രണ്ടിലും നോക്കുവാണെങ്കിൽ നമുക്ക് ഏരിയ ഓഫ് സെക്ടർ ആണ് വേണ്ടത്. θ/360 ഇൻറ്റു πr എന്ന് പറയുന്നത് L/2 ആണ്. കാരണം ഇവിടെ അതായത് ഈ ഒരു ഇക്വേഷനിൽ നിന്ന് L/2 ഈക്വൽ ടു θ/360 ഇൻറ്റു πr ആണ് വരുന്നത്. അതായത് L എന്ന് പറയുന്നത് θ/360 ഇൻറ്റു πr ആണ് L/2. അപ്പോൾ θ/360 ഇവിടെ ഇത്രയും ഭാഗത്തിൽ നമുക്ക് L/2 എന്ന് എഴുതാം. അതായത് ഏരിയ എന്ന് പറയുന്നത് ഈ ഇതിൽ θ/360 ഇൻറ്റു πrന്റെ പ്ലേസിൽ L/2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ അവിടെ ഒരു ബാക്കി ഒരു ആറും കൂടി ഉണ്ട്. അങ്ങനെയാണ് ഏരിയ L/2 ഇൻറ്റു ആർ എന്ന് വരുന്നത്. ഇതിൽ നിങ്ങൾ ഓർമ്മിക്കേണ്ടത് ഏരിയ ഓഫ് സെക്ടറും ലെങ്ത് ഓഫ് ആർക്കും തന്നിട്ട് നമുക്ക് അതിൽ കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതായിരിക്കും എളുപ്പം. ഏരിയ ഓഫ് സെക്ടർ ഈക്വൽ ടു L/2 ഇൻറ്റു ആർ. അപ്പോൾ L എന്ന് പറയുന്നത് 3.5 ഇൻറ്റു 5/2. അപ്പോൾ ഇവിടെ 175 അതായത് 17.5. 175നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നമുക്ക് 8.75 എന്ന് വരും. അപ്പോൾ 8.75 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് അതിൻ്റെ ആൻസർ. If the perimeter of a semicircular protractor is 36 cm, then its diameter ആണ് നമുക്ക് കാണേണ്ടത്. അതായത് സെമി സർക്കുലർ പ്രൊട്രാക്ടർ എന്ന് പറയുമ്പോൾ ഈ ഒരു ഷേപ്പിലാണ് നമുക്കുള്ളത്. ഇതിന് ഈ ഒരു ഭാഗത്തിന്റെ സെമി സർക്കിളിന്റെ സർക്കംഫറൻസ് എന്ന് പറഞ്ഞാൽ, അതായത് സർക്കിളിന്റെ സർക്കംഫറൻസ് 2πr ആണെങ്കിൽ സെമി സർക്കിളിന്റെ സർക്കംഫറൻസ് πr ആണ്. പിന്നെ ഈ ഒരു ഭാഗം കൂടി ആഡ് ചെയ്യണം, +d. അതാണ് നമുക്ക് തന്നിട്ടുള്ളത്. πr + d ഈക്വൽ ടു 36 എന്ന് തന്നിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഡയമീറ്റർ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഡയമീറ്റർ കണ്ടുപിടിക്കാൻ വേണ്ടി ഇവിടെ 22/7 ഇൻറ്റു ആർ പ്ലസ് ഡയമീറ്റർ എന്ന് പറയുന്നത് എന്താണ്? 2 ഇൻറ്റു റേഡിയസ് ആണ്. ഇതിനെ നമ്മൾ റേഡിയസ് അതിൽ മാത്രമേ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ 2r ഈക്വൽ ടു 36 എന്ന് കൊടുത്തു. ഇനി എന്ത് ചെയ്യുക? LCM 7 LCM 22r പ്ലസ് 7 ഇൻറ്റു 2 14r
ഈക്വൽ ടു 36. അപ്പോൾ ഇവിടെ 36R ഈക്വൽ ടു 36 ഇൻറ്റു 7. 36 ക്യാൻസലായി. R എന്ന് പറയുന്നത് 7 കിട്ടി. R 7 ആണെങ്കിൽ നമുക്ക് ഡയമീറ്റർ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഡയമീറ്റർ ഈക്വൽ ടു 2 ഇൻറ്റു 7. ഇറ്റ് ഈസ് ഈക്വൽ ടു 14 സെൻറ്റിമീറ്റർ. അപ്പോൾ നമ്മുടെ ആൻസർ 14 സെൻറ്റിമീറ്റർ. A circle and a rectangle have the same perimeter. The sides of a rectangle are 18 cm and 26 cm. Then the area of circle. നമുക്ക് സർക്കിളിന്റെ ഏരിയ ആണ് കാണേണ്ടത്. സർക്കിളിന്റെ ഏരിയ കാണണമെങ്കിൽ R എന്താണെന്നുള്ളത് അറിയണം, റേഡിയസ് അറിയണം. അതിനുവേണ്ടി നമുക്ക് തന്നിട്ടുള്ളത് സർക്കിളിന്റെ പെരിമീറ്റർ 2πr. അതിൽ റെക്റ്റാങ്കിളിന്റെ പെരിമീറ്ററിന് ഈക്വൽ ആണ്. റെക്റ്റാങ്കിളിന്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് 2 ഇൻറ്റു L പ്ലസ് ബി ആണ്. അപ്പോൾ സർക്കിളിന്റെ പെരിമീറ്ററും റെക്റ്റാങ്കിളിന്റെ പെരിമീറ്ററും ഇവിടെ ഈക്വൽ ആയി. ഇതിൽ 2 ക്യാൻസലായി. 22/7 ഇൻറ്റു R ഈക്വൽ ടു L എന്ന് പറയുന്നത് 26ഉം ബി എന്ന് പറയുന്നത് 18ഉമാണ്. അപ്പോൾ ഇവിടെ നമുക്ക് 44 വരും. 22/7 ഇൻറ്റു R ഈക്വൽ ടു 44. അപ്പോൾ R ഈക്വൽ ടു 44/22 ഇൻറ്റു 7 വരും. അപ്പോൾ 14 വരും. R എന്ന് പറയുന്നത് 14 വന്നു. R 14 ആണെങ്കിൽ നമുക്ക് എന്താ സർക്കിളിന്റെ ഏരിയ കാണാം. സർക്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് πr² ആണ്. അപ്പോൾ 22/7 ഇൻറ്റു 14 ഇൻറ്റു 14. അപ്പോൾ ഇവിടെ 2 കൊണ്ട് ക്യാൻസലായി. 44 ഇൻറ്റു 40 എന്ന് പറയുന്നത് 616 ആണ്. അപ്പോൾ 616 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് വരിക. The area of largest circle that can be drawn inside a rectangle with the sides 14 cm and 18 cm. അപ്പോൾ ഇവിടെ ഒരു റെക്റ്റാങ്കിളിന്റെ ഉള്ളിലാണ് നമുക്ക് എന്തുള്ളത്, സ്ക്വയർ, ഈ സർക്കിൾ ഉള്ളത്, സ്ക്വയർ ആണ്. അപ്പൊ അതായത് the area of largest circle, ഈ സർക്കിളിന്റെ ഏരിയ ആണ് നമുക്ക് കാണേണ്ടത്. that can be drawn inside a rectangle, ഒരു റെക്റ്റാങ്കിളിന്റെ ഉള്ളിലായിട്ടാണ് ആ സർക്കിൾ വരുന്നത്. അതിൻ്റെ ഈ റെക്റ്റാങ്കിളിൻ്റെ സൈഡ്സ് നമുക്ക് തന്നിട്ടുണ്ട് 14ഉം 18ഉമാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ സർക്കിളിൻ്റെ ഏരിയ ആണ് കാണേണ്ടത്. ഈ സർക്കിളിൻ്റെ ഏരിയ കാണാൻ വേണ്ടി ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, അതായത് സർക്കിളിൻ്റെ ഡയമീറ്റർ എന്തായിരിക്കും, ഇതിൻ്റെ റെക്റ്റാങ്കിളിൻ്റെ ബ്രെഡ്ത്തിന് ഈക്വൽ ആയിരിക്കും. ബ്രെഡ് ഈക്വൽ ടു ഡയമീറ്റർ ആണ്. ഡയമീറ്റർ ഓഫ് സർക്കിളാണ്. അപ്പോൾ അത് രണ്ടും ഈക്വൽ ആയതുകൊണ്ട് ഇവിടെ ഡയമീറ്റർ എന്ന് പറയുന്നത് നമുക്ക് 14 ആണ് കിട്ടുക. അപ്പോൾ റേഡിയസ് ഇസ് ഈക്വൽ ടു 14/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 വരും. അപ്പോൾ ഏരിയ ആണ് കാണേണ്ടത്. ഏരിയ ഈക്വൽ ടു πr² ആണ്. 22/7 ഇൻറ്റു 7 ഇൻറ്റു 7. അപ്പോൾ 7 ക്യാൻസൽ ആവും. 154 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്നുള്ളത് കിട്ടും. ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. അതുപോലെ ഇത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് സബ്സ്ക്രൈബ് ചെയ്യുക.